UP സിലബസ് സയൻസ് പോർഷൻസിലെ ജീവശാസ്ത്രത്തിൽ വരുന്നത് കോശങ്ങളുടെ ഘടന, കലകൾ, കൃഷി, പരിസ്ഥിതി, വർഗീകരണം, ജനിതകശാസ്ത്രം, പ്രകാശ സംശ്ലേഷണം, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീവ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, രോഗങ്ങളും ആരോഗ്യ പരിചരണവും, വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ. ഇത്രയും പാട്ടും അതിൻ്റെ കറണ്ട് അഫെയർസുമാണ് നമുക്ക് ജീവശാസ്ത്രം എന്ന് പറയുന്ന പോർഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് കോശങ്ങളുടെ ഘടന. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സെൽ ബയോളജി, അല്ലെങ്കിൽ കോശവിജ്ഞാനീയം എന്ന് പറയും, അല്ലെങ്കിൽ സൈറ്റോളജി എന്നും പറയും. സെൽ ബയോളജി, കോശവിജ്ഞാനീയം, സൈറ്റോളജി എന്നൊക്കെ പറയുന്നത് കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. സൈറ്റോളജിയുടെ പിതാവ് റോബർട്ട് ഹുക്ക്. സൈറ്റോളജി എന്ന് പറയുമ്പോൾ കോശ വിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് റോബർട്ട് ഹുക്ക്. ചെറിയ മുറി എന്നർത്ഥം വരുന്ന സെല്ല എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് നമുക്ക് ഈ സെല്ല് എന്നുള്ള വേർഡ് കിട്ടിയിരിക്കുന്നത്. കോശം കണ്ടെത്തിയത് 1665 റോബർട്ട് ഹുക്ക്. കോശം കണ്ടെത്തിയത് 1665 റോബർട്ട് ഹുക്ക്. 1665 ഹുക്ക് ഓക്ക് മരത്തിലെ കോശങ്ങളെ സൂക്ഷ്മദർശിനിയിലൂടെ വീക്ഷിച്ചപ്പോൾ സന്യാസിമാർ താമസിക്കുന്ന ചെറിയ മുറികൾ പോലെ തോന്നി. അതിനാലാണ് ഏറ്റവും ചെറിയ ജീവനുള്ള ജൈവഘടനയ്ക്ക് ആ പേര് നൽകിയത്. ജീവനുള്ള കോശത്തെ ആദ്യമായി കണ്ടെത്തിയത് ആൻഡൺ വാൻ ല്യൂവൻഹോക്ക്. ആൻഡൺ വാൻ ല്യൂവൻഹോക്ക് ജീവനുള്ള കോശത്തെ ആദ്യമായി കണ്ടെത്തിയത്. റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. പക്ഷേ ജീവനുള്ള കോശത്തെ കണ്ടെത്തിയത് ആൻഡൺ വാൻ ല്യൂവൻഹോക്ക്. 1831 റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പം ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ബ്രൗൺ ആണ് കണ്ടെത്തിയത്. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. ജീവനുള്ള കോശത്തെ ആദ്യമായി കണ്ടെത്തിയത് ആൻഡൺ വാൻ ല്യൂവൻഹോക്ക്. 1831 റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. 1838 MJ സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1838 MJ സ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1839 തിയോഡർ ഷാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. സസ്യകോശം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് സ്ലീഡൻ ആണെങ്കിൽ നമ്മുടെ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ്. 1858 റുഡോൾഫ് വിർഷോ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചു. അതായത് മറ്റുള്ള അവിടെ ഉള്ള ആ കോശം തന്നെ എന്ത് ചെയ്യുന്നു, വിഭജിച്ചിട്ടാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യമേ ഉള്ളത് വിഭജിച്ചിട്ടാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത് റുഡോൾഫ് വിർഷോ ആണ് 1858. കോശസിദ്ധാന്തം MJ സ്ലീഡനും തിയോഡർ ഷാനും കൂടി ഉണ്ടാക്കിയതാണ് കോശസിദ്ധാന്തം ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം മൈക്രോഗ്രാഫിയ. കോശസിദ്ധാന്തം ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം മൈക്രോഗ്രാഫിയ. കോശസിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ സ്ലീഡനും തിയോഡർ ഷാനും കൂടിയാണ്. കോശസിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ ആണ്. റുഡോൾഫ് എന്നവിടെ എഴുതിയതേ ഉള്ളൂ. കോശസിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ. കോശത്തിലെ ജീവധർമ്മങ്ങൾ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. കോശത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ജന്തുകോശത്തിലെ പ്രധാനപ്പെട്ടത് മർമ്മം, കോശദ്രവ്യം, ഫാനം, കോശസ്തരം. സസ്യകോശത്തിലെ മർമ്മം, ഹരിതകം, കോശദ്രവ്യം, കോശഭിത്തി, ഫാനം, കോശസ്തരം. അതിൽ ഒരുപോലെ ഉള്ളതുകൊണ്ട് ജന്തുകോശത്തിലും സസ്യകോശത്തിലും കോമൺ ആയിട്ടുള്ളതാണ് മർമ്മം, ഫാനം, കോശസ്തരം, കോശദ്രവ്യമൊക്കെ. സസ്യങ്ങളിൽ മാത്രം കാണുന്നതാണ് ഹരിതകവും കോശഭിത്തിയൊക്കെ.
കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയുന്നു. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയുന്നു. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകമാണ് കോശാംഗങ്ങൾ. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകമാണ് കോശാംഗങ്ങൾ. മൈറ്റോകോൺഡ്രിയോൺ. കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയോൺ ആണ്. കോശത്തിൻ്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയോൺ. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നതും മൈറ്റോകോൺഡ്രിയോൺ ആണ്. മൈറ്റോകോൺഡ്രിയോൺ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നു. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഊർജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. മൈറ്റോകോൺഡ്രിയൻ കൂടുതലായി കാണപ്പെടുന്ന ശരീരത്തിലെ ഭാഗങ്ങളാണ് കരൾ, തലച്ചോറ്, പേശികൾ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നെക്സ്റ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ ഇങ്ങനെ പോകുന്നത് ഇതിലൂടെയാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്ന് അറിയപ്പെടുന്നു. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവരണം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് റൈബോസോം. കോശത്തിൻ്റെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്ന് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. കോശത്തിൻ്റെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. കോശത്തിൻ്റെ മാംസ്യ നിർമ്മാണ കേന്ദ്രം റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നു കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. ഫേനം. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫേനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. ഫേനത്തിൻ്റെ പ്രത്യേകത, ഫേനം ചെയ്യുന്നത് ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. നെക്സ്റ്റ് ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്നു. ഗോൾജി കോംപ്ലക്സ് ചെയ്യുന്നത് രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസങ്ങൾ തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്നു. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ്. നെക്സ്റ്റ് ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു അത് ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്നു. അതാണ് ഗോൾജി കോംപ്ലക്സ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നതും ഗോൾജി കോംപ്ലക്സ്. നെക്സ്റ്റ് മർമ്മം എന്ന് പറയുന്നത് എന്താണ്? മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം എന്ന് പറയുന്നത്. മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ്. മർമ്മകം എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റോബോസം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതൊക്കെ മർമ്മത്തിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളാണ്. മർമ്മകം എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റോബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ റോബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മർമ്മകമാണ്. നെക്സ്റ്റ് മർമ്മദ്രവ്യം. മർമ്മത്തിനുള്ളിലുള്ള ദ്രാവക ഭാഗമാണ് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. മർമ്മത്തിനുള്ളിലുള്ള ദ്രാവക
ഭാഗമാണ് മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. മർമ്മസ്തരം, മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം. മർമ്മരന്ധ്രം, മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ മർമ്മത്തിനകത്തും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. മർമ്മരന്ധ്രം, മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ, മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം എന്നറിയപ്പെടുന്നത്. ഇവ മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ മർമ്മത്തിനകത്തും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പലതരത്തിലുള്ള പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തെ സഹായിക്കുന്നത് മർമ്മരന്ധ്രമാണ്. നെക്സ്റ്റ് ക്രൊമാറ്റിൻ ജാലിക. മർമ്മദ്രവ്യത്തിൽ കാണപ്പെടുന്നതാണിത്. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗത്തിനെ ആണ് അവിടെയാണ് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് എന്ന് മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രൊമാറ്റിൻ ജാലിക എന്ന് പറഞ്ഞാൽ മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടിപ്പിണഞ്ഞു കാണപ്പെടുന്നു, ജീനുകളെ ഉൾക്കൊള്ളുന്നു. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടിപ്പിണഞ്ഞു കാണപ്പെടുന്നു, ജീനുകളെ ഉൾക്കൊള്ളുന്നു. ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് ഇത് ക്രൊമാറ്റിൻ ജാലിക. ഇത്തരം ജീവികൾ പ്രൊകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മാത്രം കാണപ്പെടുന്നു. കോശത്തിൽ മാത്രം മർമ്മം കാണപ്പെടുന്നു. ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. ഇത്തരം ജീവികൾ പ്രൊകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. മർമ്മം കാണപ്പെടാത്ത അതിനെയാണ് പ്രൊകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. മർമ്മം കാണപ്പെടാത്തതിനെയാണ് പ്രൊകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. ഇത്തരം ജീവികൾ പ്രൊകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ ഇവയിൽ മർമ്മം കാണപ്പെടുന്നു. അതിനെ യുക്കാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതി സ്കുട്ടോയിഡ്. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശമാണ് സെൻട്രോസോം. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നൊരു കോശമാണ് സെൻട്രോസോം. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. കോശവിഭജനത്തിൽ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ലൈസോസോമിലാണ്. ഇത് ജന്തുകോശത്തിൽ കാണപ്പെടുന്നു. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് ലൈസോസോമിലാണ്. ഇത് ജന്തുകോശത്തിൽ കാണപ്പെടുന്നു. ഏറ്റവും വലിയ കോശം അണ്ഡം, ഏറ്റവും ചെറിയ കോശം ബീജകോശം, നീളമേറിയ കോശം നാഡീകോശം, ആയുസ്സുള്ള കോശം നാഡീകോശം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ രക്താണുക്കൾ, അരുണരക്താണുക്കളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ. അരുണരക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശവും അരുണരക്താണുക്കൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശവും ഏത് തന്നെയാണ്? അരുണരക്താണുക്കൾ തന്നെയാണ്. കോശമസ്തിഷ്കം എന്നറിയപ്പെടുന്ന ന്യൂക്ലിയസ് ആണ് കോശമസ്തിഷ്കം. കോശത്തിൻ്റെ പവർ ഹൗസ് മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ പവർ ഹൗസ് മൈറ്റോകോൺട്രിയാണ്. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി മൈറ്റോകോൺട്രിയ. കോശാസ്ഥികുടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശാസ്ഥികുടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അന്തർദ്രവ്യജാലിക എന്ന് പറയും. ആത്മഹത്യാ സഞ്ചികൾ, ഡൈജസ്റ്റീവ് ബാഗ്, ഡൊമിനേഷൻസ് കോഡ് എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ്. ലൈസോസോം. കോശത്തിൻ്റെ എനർജി കറൻസി ATP. കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് ഗോൾഗി കോംപ്ലക്സ്. കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. കോശത്തിൻ്റെ എനർജി കറൻസി ATP. കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ പ്രോട്ടീൻ.
കോശത്തിൻ്റെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ്. കോശത്തിൻ്റെ പ്രവൃത്തി എടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോശത്തിനെ കുറിച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, ബൈ.